Hi, welcome to the third module of our business information system. Third module, that is a database management system. And this module, the various areas we are going to learn are what is a DBMS and its necessity, characteristics of database, DBMS types, and different models, that means hierarchical model, network model, relational model, object oriented model, and the comparison between the various databases. These are the areas we are going to learn in this module. So first, before going to learn database management system, first we must understand what is database. ഈ ഡാറ്റാബേസ് എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് DBMS, അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻ ദ ഏർലി പീരിയഡ് ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് that help only for clerical works, that is for just reducing the paper handling activities. But in the modern information system that provide various information to management and that help the management to take decisions. സിമ്പിൾ ഡിസിഷൻസ്, കോംപ്ലക്സ് ഡിസിഷൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, പണ്ടാണെങ്കിൽ വെറും ഒരു ക്ലറിക്കൽ വർക്കിനെ മാത്രം ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഇന്നിത് ഒരുപാട് വലിയ വലിയ തീരുമാനമെടുക്കാൻ മാനേജ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റത്തിലേക്ക് ഇന്നത്തെ ഇൻഫർമേഷൻ സിസ്റ്റം മാറിയിട്ടുണ്ട്. വാട്ട് ഈസ് ഡാറ്റാബേസ്? ഇപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഇൻ ടു എ സിംഗിൾ കോംപ്രിഹെൻസീവ് ഫയൽ സിസ്റ്റം. ഇത് ഒരുപാട് ഡാറ്റ ഒന്നിച്ച് ചേർത്ത് ഒരൊറ്റ ഫയലാക്കി, ഒരു കോംപ്രിഹെൻസീവ്, ഒരു ഇൻറ്റഗ്രേറ്റഡ് ആക്കിയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആക്കിയിട്ടുള്ള ഒരു ഫയലാക്കി മാറ്റിയാൽ അതിന് എന്ത് പറയുന്നത്, ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കുറേ ഫയൽസ് കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ഫയലാക്കുന്നു. ദാറ്റ് ഈസ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറയുന്നതിൽ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫയലുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം കൂടി ഒന്നിച്ചൊരൊറ്റ കളക്ഷൻ ആക്കുന്നു. ദാറ്റ് ഈസ് ഡാറ്റാബേസ്. സോ ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഇൻ ടു സിംഗിൾ കോംപ്രിഹെൻസീവ് file system. And next, the main area, that is database management system. What is DBMS? DBMS, that is a software which is used to manage database, is called database management system. ഈ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് ആവശ്യത്തിനുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യണം, ആവശ്യമുള്ള ഡാറ്റ റിട്രീവ് ചെയ്യണം. അപ്പോൾ അതിനെല്ലാം സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്, DBMS. സോ ദാറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ മാനേജിങ് ഡാറ്റാബേസ്. എക്സാമ്പിൾ ഫോർ and it is also allows creation, definition, manipulation of database, allowing users to store, പ്രോസസ് ആൻഡ് അനലൈസ് ഡാറ്റ. ഈ ഡാറ്റാബേസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യുന്നു, അതിന് വേണ്ട മാനിപ്പുലേഷൻസ് വരുത്താൻ പറ്റുന്നു. ഇതെല്ലാം ചെയ്യുന്നത് DBMSലൂടെയാണ്. ആൻഡ് സം എക്സാമ്പിൾസ് ഫോർ DBMS സോഫ്റ്റ്വെയർസ് ആർ MSQL, ദെൻ Oracle, ദെൻ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ MS Access. There are a lot of softwares available for database management system. Then എന്താണ് ഡാറ്റാബേസ്, ഒന്നും കൂടി എന്താണ് DBMS എന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇത് നോക്കുക. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പീസസ് ഓഫ് ഡാറ്റ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഡാറ്റാബേസ് കസ്റ്റമർ, ഒരു DBMSൻ്റെ എക്സാമ്പിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുക, കസ്റ്റമർ ഉണ്ട്, കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്നു, കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ അത് സ്റ്റാഫിൻ്റെ അടുത്ത് എത്തുന്നു, ദെൻ അവിടെ സ്റ്റോറിലായിരിക്കാം ആ ഓർഡറുകൾ എത്തുന്നത്. സ്റ്റോറിൽ നമ്മൾ ഗുഡ്സ് എടുക്കണം, അതിൽ സ്റ്റോറിൽ തന്നെ പല കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാവും, എത്ര സ്റ്റോക്ക് ഉണ്ടാവും, ചിലതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ ഓരോ ചെറിയ പീസസ് ഓഫ് ഡാറ്റയാണ്. അതായത് സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് അതൊരു പീസ് ഓഫ് ഡാറ്റയാണ്, കസ്റ്റമേഴ്സ് അതൊരു വേറെ പീസ് ഓഫ് ഡാറ്റയാണ്, ഓർഡേഴ്സ് വേറെ പീസ് ഓഫ് ഡാറ്റയാണ്. ബട്ട് ദീസ് മസ്റ്റ് ഹാവ് സം ലോജിക്കൽ കണക്ഷൻസ് ഓർ റിലേഷൻഷിപ്പ്. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുന്നു, അത് അവിടുത്തെ ഒരു സ്റ്റാഫ് പ്രോസസ്സ് ചെയ്യുന്നു, ആ ഓർഡർ സ്വീകരിക്കുന്നു, അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടോ നോക്കുന്നു, ആ പ്രോഡക്റ്റ് നോക്കുന്നു, അതിൽ ഏത് ബ്രാൻഡ് വേണം നോക്കുന്നു.
എന്നിട്ടാണ് ആ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഈ ഡാറ്റ തമ്മിലൊരു ലോജിക്കൽ കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ കണക്ഷനൊക്കെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് ഈ DBMS എന്ന് പറയുന്നത്. അപ്പോൾ ഈ DBMSൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യും, അത് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യുകയാണ്. ഡാറ്റാബേസിൽ ആവശ്യമുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, അത് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യുക. ദാറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് DBMS. ദെൻ വേറെ എക്സാമ്പിൾ നോക്കുക. DBMS ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ഒന്ന് നോക്കുക. ഒരു സെൻട്രൽ ഡാറ്റാബേസ്. ദിസ് ഈസ് എ സെൻട്രൽ ഡാറ്റാബേസ്. ഈ സെൻട്രൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ലോട്ട് ഓഫ് ഫയൽസ് ഇൻ ദിസ് ഡാറ്റാബേസ്. അതിന് നമ്മളൊരു DBMS ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അത് ഒറാക്കിൾ ആവാം, MSQL ആവാം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയറിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റാബേസിൽ നിന്നും ഇപ്പോൾ ഇവിടെ 3 തരം സ്റ്റാഫ് അവിടെ ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാഫ് ഈസ് ഫോർ പേറോൾ ഓഫീസർ നീഡ്സ് ആക്സസ് ടു സ്റ്റാഫ് ഡീറ്റെയിൽസ്. അപ്പോൾ പേറോൾ ഓഫീസറാണ്, അതായത് എംപ്ലോയീസിൻ്റെ സാലറി അവരുടെ കാര്യങ്ങൾ നോക്കുന്ന സ്റ്റാഫാണ്, ക്ലറിക്കൽ സ്റ്റാഫാണ്. ഇദ്ദേഹം കസ്റ്റമർ സർവീസ് അഡ്വൈസർ നീഡ്സ് ആക്സസ് ടു കസ്റ്റമർ അക്കൗണ്ട്സ്. കസ്റ്റമറിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന് ആവശ്യം കസ്റ്റമർ അക്കൗണ്ട്സ് ആണ്. ആൻഡ് ഷീ ഈസ് എ സെയിൽസ് മാനേജർ നീഡ്സ് ആക്സസ് ടു സ്റ്റോക്ക് ലെവൽസ്. സെയിൽസ് മാനേജറാണ്, അപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. സോ ദീസ് 3 ഓഫീസേഴ്സ് നീഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അല്ലേ. അവർക്ക് 3 പേർക്ക് ആവശ്യം ഡിഫറെൻറ്റ് ഡാറ്റയാണ്. വൺ പേഴ്സൺ റിക്വയർ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ദെയർ സാലറി, ആൻഡ് അനദർ വൺ നീഡ്സ് കസ്റ്റമർ ഡീറ്റെയിൽസ്, ആൻഡ് അനദർ നീഡ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റോക്ക്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഡാറ്റ ഈ ഡാറ്റാബേസിൽ നിന്നും ഈ DBMS പ്രോസസ്സ് ചെയ്ത് ഓരോരുത്തർക്കും ആവശ്യമുള്ളതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് DBMS. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഈ ഡാറ്റാബേസിൽ നിന്നും ആവശ്യമുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയറാണ് DBMS. ആൻഡ് നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് DBMS? നമുക്കിതിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് DBMSൻ്റെ മെയിൻ ഫങ്ഷൻസ്? ഫസ്റ്റ്, ഒരു DBMSൽ എന്തെല്ലാം ഡാറ്റയാണ് ഉണ്ടാകുക? ഒരു ഡാറ്റാബേസിൽ ഫസ്റ്റ് ഡാറ്റാബേസ് that is a collection of files. What are the different files included in database? Maybe raw data, figures or numbers, statistics, values, facts, everything in a database. ആ ഡാറ്റാബേസിൽ നിന്ന് DBMS എന്താണ് ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോറേജ്. സോ ദീസ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്തൊക്കെയാണ് DBMS കാര്യമായിട്ട് ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ റിട്രീവൽ, ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ, റിപ്പോർട്ട് ജനറേഷൻ, ക്വയറീസ് ആൻഡ് ഡാറ്റ സെക്യൂരിറ്റീസ്. ഇതെല്ലാം ഈ സോഫ്റ്റ്വെയറിലൂടെ ലോജിക്കലായിട്ട് വേണ്ടവർക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളതും ആ സോഫ്റ്റ്വെയറിലൂടെ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. സോ ദിസ് ഈസ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് DBMS: ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ റിട്രീവൽ, then data administration, reports, queries, data security. Next, what are the applications of DBMS? DBMS nowadays used in various fields. For example, railway reservation, library management system, banking, education sector, then credit card transactions, social media sites, telecommunication, finance, online shopping, HRM, manufacturing, and all these areas now follow DBMS for their quick management decisions and for easy retrieval of data. Then next, what are the components of DBMS? Who are included in a DBMS activity? ഒരു DBMS എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? What are the components? First one, that is data. Main thing is data. Data means the basic component of a database അല്ലേ. ഡാറ്റാബേസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡാറ്റാബേസിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് ഡാറ്റ അല്ലെങ്കിൽ ഫയൽസ്. അപ്പോൾ ഈ ഫയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, DBMSന് അവിടെ ആവശ്യമുള്ളൂ. സോ ഡാറ്റ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ദാറ്റ് ഈസ് സച്ച് ഇൻ എ മാനർ ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ദ ഡാറ്റ ഈസിലി അല്ലേ. എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. ദെൻ ദർ ഷുഡ് ബി എ സോഫ്റ്റ്വെയർ, ദെൻ ഹാർഡ്വെയർ users for that data, and they should follow some methods, that is procedures. So these are the components of DBMS.
അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് DBMS എന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ താങ്ക് യു.